ഹായ് മക്കളെ, നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിവിസിബിലിറ്റി പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നോക്കൂ, എന്താണ് ഡിവിസിബിലിറ്റി, ഏതെല്ലാം ഏരിയകളിലാണ് ഡിവിസിബിലിറ്റി യൂസ് ചെയ്യുന്നത്, എന്താണ് നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനം, ഡിവിസിബിലിറ്റി റൂൾ പഠിച്ചത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്, ഇതൊക്കെ നാം പാർട്ട് 1 ഡിസ്കസ് ചെയ്തതാണ്, പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്കിലും പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ഡിവിസിബിലിറ്റി എന്നത് ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള പരിശോധനയാണ് ഡിവിസിബിലിറ്റി. സെക്കൻഡ്, ഏതെല്ലാം ഏരിയകളിലാണ് ഡിവിസിബിലിറ്റി ആവശ്യം വരുന്നത്. ക്ലാസ് 4 ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ ഏത് ഹയർ ക്ലാസ്സിലും ഡിവിഷൻ വരുന്ന എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് ഡിവിസിബിലിറ്റിയുടെ ഇമ്പോർട്ടൻസ് വളരെയധികമാണ്. നമ്മൾ ഫ്രാക്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ LCM അതുപോലെ HCF തുടങ്ങിയുള്ള എല്ലാ മേഖലകളിലും ഇതൊക്കെ കാണേണ്ട ആവശ്യം വരുമ്പോഴും ഓൾജിബ്രയിൽ ഫാക്ടറൈസേഷൻ നടത്തുമ്പോഴും അതുപോലെ ഏതൊരു നമ്പേഴ്സ് കൊണ്ടുള്ള ഡിവിഷൻ ആവശ്യം വരുന്ന എല്ലാ മേഖലകളിലും ഡിവിസിബിലിറ്റി റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കിട്ടിയ അറിവ് പ്രയോഗിച്ചാൽ എല്ലാവർക്കും ഒരേ സമയം മുന്നോട്ട് പോകാൻ സാധിക്കും. പാർട്ടിൽ നമ്മൾ 2 to 6 വരെയുള്ള നമ്പേഴ്സ് കൊണ്ടുള്ള ഡിവിസിബിലിറ്റിയാണ് പറഞ്ഞത്. ഇന്ന് നാം പഠിക്കുന്നത് 7 മുതൽ 12 വരെയുള്ള നമ്പേഴ്സ് കൊണ്ടുള്ള ഡിവിസിബിലിറ്റിയാണ്. നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡിവിസിബിലിറ്റി ബൈ 7 എങ്ങനെയാണെന്ന് നോക്കാം. 7 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് പരിശോധിക്കുന്നതിന് നാം ഇത്രമാത്രം ചെയ്താൽ മതി. നമ്മൾ ആ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ലാസ്റ്റ് ഡിജിറ്റിൻ്റെ ഡബിൾ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള നമ്പറിൽ നിന്ന് ഡബിൾ ആ പ്രൊഡക്റ്റ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. ഇനി കിട്ടുന്നത് 7 7ന്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ നിങ്ങൾക്ക് ആ തന്ന നമ്പറിനെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഒന്നുകൂടി പറയാം, നമുക്ക് തന്ന നമ്പറിൻ്റെ അവസാന ഡിജിറ്റിനെ വൺസ് പ്ലേസിലുള്ള, അതായത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തെ 2 കൊണ്ട് ഗുണിക്കുക, അതായത് ഇരട്ടിയെടുക്കുക. ആ ഇരട്ടി എടുത്തതിന് ശേഷം ബാക്കിയുള്ള ലാസ്റ്റ് ഡിജിറ്റ് ഒഴികെയുള്ള ബാക്കിയുള്ള നമ്പറിൽ നിന്ന് ആ പ്രൊഡക്റ്റ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക, മൈനസ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ആ നമ്പർ നിങ്ങൾ 7ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ 7ന്റെ മൾട്ടിപ്പിൾ എത്തുമെങ്കിൽ നമുക്ക് ആ തന്ന നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും എന്ന് പറയാം. നോക്കാം, ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. 889. ഇതിലെ ലാസ്റ്റ് ഡിജിറ്റ് വൺസ് പ്ലേസിലുള്ള ഡിജിറ്റ് 9 ആണ്. ഈ 9നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതായത് അതിൻ്റെ ഡബിൾ എടുക്കുന്നു. അപ്പോൾ കിട്ടുന്ന നമ്പർ 18 ആണ്. ഇനി 9 ഒഴിച്ച് ബാക്കിയുള്ള നമ്പറിൽ നിന്ന് 88ൽ നിന്ന് ഈ 88 മൈനസ് ചെയ്യുന്നു. സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 70 ആണ്. 70 നമുക്ക് 7ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ഈ നമ്പർ 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 889 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ വെച്ച് 7ന്റെ മൾട്ടിപ്പിൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കൂ, 245. ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിലുള്ള നമ്പർ 5 ആണ്. അതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ 5 മൾട്ടിപ്ലൈഡ് വിത്ത് 2 ദെൻ 10 ആണ്. ആ 10 ഇതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. 24ൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് ബാക്കി 14 കിട്ടുന്നു. 14 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7 അല്ലേ? 7 2s are 14. അതായത് നമുക്ക് ഈ നമ്പർ തന്ന നമ്പർ 7ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ നോക്കൂ, 4 ഡിജിറ്റ് നമ്പറാണ്. 2975. ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. 5നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 10 കിട്ടുന്നു. ബാക്കിയുള്ള 297ൽ നിന്നായി 10 മൈനസ് ചെയ്യുന്നു. എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണ്? 287 ആണ്. 287 7ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഒരു പക്ഷേ 7 4s are 28 7 അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ? 7 1 7. അതുകൊണ്ട് ഇതൊരു 7ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് പറയാം. നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ ചില കുട്ടികൾക്ക് ഇവിടെ വെച്ച് മനസ്സിലായില്ലെങ്കിൽ നെക്സ്റ്റ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 7നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 14 കിട്ടുന്നു. 28ൽ നിന്ന് 14 മൈനസ് ചെയ്യുന്നു, 14 കിട്ടുന്നു. ഈ ഘട്ടത്തിൽ എന്തായാലും മനസ്സിലാവുന്നുണ്ടാവും, 14 7ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? 7ന്റെ മൾട്ടിപ്പിൾ ആണ്. 7 2s are 14. അപ്പോൾ നിങ്ങൾക്ക് ഈ ഘട്ടത്തിലെങ്കിലും ഈ സ്റ്റെപ്പിലെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആകും. ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ ക്ലിയർ ആവുന്ന കുട്ടികൾക്ക് പിന്നെ തുടരേണ്ട ആവശ്യമില്ല. സെക്കൻഡ് സ്റ്റെപ്പിൽ വെച്ച് മനസ്സിലായാൽ നമുക്ക് ഇതും 7ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് പറയാം.
അപ്പം ഇങ്ങനെ ഇവിടെ കിട്ടുന്ന നമ്പർ 7ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ നമുക്ക് ആ തന്ന നമ്പർ 7 കൊണ്ട് എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയേണ്ടി വരും. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ എന്താണ് റൂള്? തന്ന നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ പ്രൊഡക്റ്റ് ഏതിൽ നിന്നും ബാക്കിയുള്ള നമ്പറിൽ നിന്ന്, ആ ലാസ്റ്റ് ഡിജിറ്റ് ഒഴികെയുള്ള നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്ത് അങ്ങനെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ വെച്ച് 7ന്റെ മൾട്ടിപ്പിളോ 0യോ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ സാധിക്കും? ആ തന്ന നമ്പർ 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് ആ തന്ന നമ്പറിനെ 7 കൊണ്ട് എക്സാക്റ്റ് ആയിട്ട് റിമൈൻഡർ 0 വരത്തക്ക വിധത്തിൽ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും എന്ന് പറയാൻ സാധിക്കും. ക്ലിയർ? നോക്കൂ, നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് റൂൾ ഇതാണ്. ലാസ്റ്റ് 3 ഡിജിറ്റ് ആണ്. നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് എങ്ങനെയാണ് പറഞ്ഞത്? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 0 ആയിരിക്കുകയോ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കുകയോ ചെയ്താൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്നാണ്. അതേപോലെ തന്നെയാണ് 8 കൊണ്ടും. 2 ഡിജിറ്റ് അല്ല നോക്കുന്നത്, ലാസ്റ്റ് 3 ഡിജിറ്റ് 0 ആയിരിക്കുകയോ അല്ലെങ്കിൽ 8ന്റെ മൾട്ടിപ്പിൾ ആവുകയോ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് തന്ന നമ്പറിനെ 8 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഒന്നുകൂടി പറയാം. ലാസ്റ്റ് 3 ഡിജിറ്റ് നോക്കുക. 3 അക്കം, അവസാനത്തെ 3 അക്കം 0 ആവുകയോ 0 ആവുകയോ അല്ലെങ്കിൽ 3 അക്കം ചേർന്നുണ്ടാകുന്ന ആ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിനെ നമുക്ക് കൃത്യമായി 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയോ ചെയ്താൽ, 8ന്റെ ഗുണിതമാവുകയോ ചെയ്താൽ നിങ്ങൾക്ക് തന്ന നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് നമ്പർ 2328. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് 3 ഡിജിറ്റ് ആണ്. ഈ നമ്പറിനെയാണ് 328. ഇതിനെ 8 കൊണ്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ? നമുക്ക് മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. 3ൽ 8 അരിച്ചു പോവില്ല. 32ൽ 8 4 ടൈംസ് 4 8 32 ആണ്. 8ൽ 8 1 ടൈം കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനിയിപ്പോൾ അറിയില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഹരിച്ച് നോക്കോളൂ. 328നെ ബൈ 8 ഹരിച്ച് നോക്കുക. 8ൽ 1 ടൈം, 32ൽ 4 ടൈംസ്, 8ൽ 1 ടൈം. അതായത് കംപ്ലീറ്റ് ആയിട്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. റിമൈൻഡർ ശിഷ്ടം 0 ആണ് എങ്കിൽ ഈ നമ്പറിനെയും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് സെക്കൻഡ് എക്സാമ്പിൾ നോക്കൂ. ഈ സെക്കൻഡ് എക്സാമ്പിളിലെ ലാസ്റ്റ് 3 ഡിജിറ്റ് 0 ആണ്. ലാസ്റ്റ് 3 ഡിജിറ്റ് 0 ആണെങ്കിൽ ഉറപ്പാണ് അത് 8ന്റെ മൾട്ടിപ്പിൾ ആണ്. ക്ലിയർ? എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ 8 നമുക്ക് 1000 8ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് 8ന്റെ മൾട്ടിപ്പിൾ ആണ് 1000. അതുകൊണ്ട് 30 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് ഇത് നമുക്ക് 8ന്റെ മൾട്ടിപ്പിൾ ആണ്. തേർഡ് എക്സാമ്പിൾ നോക്കൂ. ഇവിടെ ലാസ്റ്റ് 3 ഡിജിറ്റ് 008. ഇത് 8ന്റെ മൾട്ടിപ്പിൾ ആണ്. 8 എന്ന് പറയുന്നത് 8ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? അതുകൊണ്ട് ഇതും വലിയ നമ്പറും 8ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ നോക്കൂ, ലാസ്റ്റ് 3 ഡിജിറ്റ് 145. 145നെ കൃത്യമായിട്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുമോ? 8 40ലെ 1 ടൈം, ബാക്കി 6 65. 8ലെ കൃത്യമായി ഡിവൈഡ് ചെയ്യില്ല അല്ലേ? 8 64 വരുള്ളൂ. ബാക്കി റിമൈൻഡർ 1 വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ ഈ നമ്പറിനെയും തന്ന നമ്പറിനെയും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒന്നും കൂടി പറയാം. നമുക്ക് 8 കൊണ്ട് കൃത്യമായി കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയണമെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം നോക്കുക മക്കളെ. നിങ്ങൾ ലാസ്റ്റ് 3 ഡിജിറ്റ് 0 ആണോ നോക്കുക. 0 ആണെങ്കിൽ പിന്നെ മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 8 അല്ലെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് കൊണ്ടുണ്ടാവുന്ന ആ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ 8ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് പരിശോധിക്കുക. അങ്ങനെ 8ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 8 കൊണ്ട് കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എത്ര വലിയ നമ്പർ ആണെങ്കിലും ആ നമ്പറിനെയും നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അല്ലേ? നിങ്ങൾക്ക് ഇതിൻ്റെ ഈ സൈഡിലേക്ക് എത്ര എണ്ണം ഡിജിറ്റ് ഇട്ടാലും, മുന്നിലൊക്കെ ഈ പുറകോട്ട് എത്ര ഡിജിറ്റ് ചേർത്താലും നിങ്ങൾക്ക് അറിയാം ഇത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. കാരണം ഇവിടെ ഈ 3 ഡിജിറ്റ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കണമുണ്ട്. ക്ലിയർ? നോക്കൂ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് 9ന്റെ ഡിവിസിബിലിറ്റിയാണ്. 9ന്റെ ഡിവിസിബിലിറ്റിക്ക് നമ്മൾ പറയുന്നത് 3യുടെ ഡിവിസിബിലിറ്റി പോലെ തന്നെയാണ്. എന്താണ് 3യുടെ പറഞ്ഞത്? നമുക്ക് സം ഓഫ് ഡിജിറ്റ് 3യുടെ മൾട്ടിപ്പിൾ ആവണം എന്നുള്ളതാണ് 3യുടെ ഡിവിസിബിലിറ്റി റൂൾ അല്ലേ? അതേപോലെ ഇവിടെ 9ന്റെ ഡിവിസിബിലിറ്റി റൂളും സെയിം തന്നെയാണ്. സം ഓഫ് ഡിജിറ്റ്സ് 9ന്റെ മൾട്ടിപ്പിൾ ആവണം. അതാണ് ഇവിടെ ഒരു വ്യത്യാസം. സം ഓഫ് ഡിജിറ്റ് 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ തന്ന നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നോക്കൂ, നമുക്ക് 387 സം ഓഫ്
ഡിജിറ്റ് 3 പ്ലസ് 8 പ്ലസ് 7, അതാണ് സം ഓഫ് ഡിജിറ്റ്, അക്കങ്ങളുടെ തുക. 3 പ്ലസ് 8 11, 11 പ്ലസ് 7 18. 18 എന്നുള്ളത് 9 മൾട്ടിപ്പിൾ അല്ലേ? 2 9s are 18 അല്ലേ? അതുകൊണ്ട് ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് എക്സാമ്പിൾ നോക്കൂ. രണ്ട് ചെറിയ എക്സാമ്പിൾ പറയരുത്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചെറിയ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുള്ളൂ. 2 പ്ലസ് 5 7, 7 പ്ലസ് 2 9. 9 കൊണ്ട് കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ നമ്പറിനെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ സം ഓഫ് ഡിജിറ്റ് 2 പ്ലസ് 3 5 പ്ലസ് 4 9, 9 പ്ലസ് 7 16 പ്ലസ് 5 21 പ്ലസ് 6 27. 27 എന്നുള്ളത് 90 മൾട്ടിപ്പിൾ ആണ് അല്ലേ? 3 9s are 27. അതുകൊണ്ട് ഈ നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് നമ്പർ നോക്കൂ. ഈ നമ്പർ 8 പ്ലസ് 1 9, 9 പ്ലസ് 2 11, 11 പ്ലസ് 4 15, 15 പ്ലസ് 6 21, 21 പ്ലസ് 3 24. 24 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 9. 24നെ കൃത്യമായി 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല, ഹരിക്കാൻ സാധിക്കില്ല അല്ലേ? 3 9s are 27 ആണ്. അല്ലെങ്കിൽ 2 8 9 8 18 വരുള്ളൂ, ബാക്കി ഒരു 6 റിമൈൻഡർ വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ 9ന്റെ റൂള് 3യുടെ റൂളും ഒരുമിച്ച് ഒരേപോലെ കമ്പയർ ചെയ്ത് പഠിക്കുക. 3യുടെ റൂള് സം ഓഫ് ഡിജിറ്റ്സ് 3യുടെ മൾട്ടിപ്പിൾ ആവണം. 9ന്റെ റൂളാണെങ്കിൽ സം ഓഫ് ഡിജിറ്റ്സ് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഡിവിസിബിലിറ്റി റൂള്. നെക്സ്റ്റ് ഡിവിസിബിലിറ്റി ബൈ 10 ആണ്. നമ്മൾ ഡിവിസിബിലിറ്റി 10ന്റെ ഡിവിസിബിലിറ്റി വളരെ സിമ്പിൾ ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 0 ആവണം, അത്രയല്ലേ ഉള്ളൂ. ലാസ്റ്റ് ഡിജിറ്റ് 0 ആയാൽ മാത്രമേ നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കൂ. അത് സിമ്പിളാണ്. എക്സാമ്പിൾ 880 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആവണം എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. 8712 ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല, കാരണം ലാസ്റ്റ് ഡിജിറ്റ് 0 അല്ല. നെക്സ്റ്റ് 1 2 3 4 0 ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ, കാരണം ഇത് 10ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. അതുകൊണ്ട് ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. 5 കൊണ്ടാണെങ്കിലോ ലാസ്റ്റ് ഡിജിറ്റ് 0യോ 5ഓ ആണെങ്കിലാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുക. 10 ആണെങ്കിൽ വളരെ സിമ്പിൾ, 0 മാത്രം ലാസ്റ്റ് ഡിജിറ്റ് വരാൻ പാടുള്ളൂ. നെക്സ്റ്റ് നമ്മൾ 11ന്റെ ഡിവിസിബിലിറ്റി റൂളാണ് ചെക്ക് ചെയ്യുന്നത്. 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ പറയുന്നത് സം ഓഫ് ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ് കാണുക, എന്നിട്ട് അത് സബ്ട്രാക്ട് ചെയ്താൽ 0യോ 11ന്റെ മൾട്ടിപ്പിളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് 11 കൊണ്ട് കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഒന്നുകൂടി പറയാം. നമ്മൾ തന്ന നമ്പറിന്റെ ഒന്നിടവിട്ട അക്കങ്ങൾ തമ്മിൽ കൂട്ടുക, എന്നിട്ട് അവ തമ്മിൽ കുറച്ച് കിട്ടുന്ന സംഖ്യ 0മോ 11ന്റെ ഗുണിതമോ ആണെങ്കിൽ നിങ്ങൾക്ക് തന്ന നമ്പറിനെ 11 കൊണ്ട് കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും, ഹരിക്കാൻ സാധിക്കും. ഇവിടെ നോക്കൂ. എക്സാമ്പിൾ, നമുക്ക് തന്ന നമ്പറിന്റെ ഓൾട്ടർനേറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ട നമ്പറുകൾ, ഡിജിറ്റുകൾ. അതായത് 1 പ്ലസ് 4 പ്ലസ് 3, 1 പ്ലസ് 4 5, 5 പ്ലസ് 3 8. നെക്സ്റ്റ് അടുത്ത ഓൾട്ടർനേറ്റ് ഡിജിറ്റ് 3 പ്ലസ് 5, 3 പ്ലസ് 5 8. 8ഉം 8ഉം തമ്മിൽ മൈനസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. 0 ആണ്. 0 ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് 11 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും ഈ നമ്പറിനെ. ക്ലിയർ? 0യോ 11ന്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. നോക്കൂ. 1 പ്ലസ് 4 5, 5 പ്ലസ് 3 8. ഇനി നെക്സ്റ്റ് എടുക്കാത്ത നമ്പറുകൾ 3 പ്ലസ് 5 8, 8 മൈനസ് 8 0 അല്ലേ? സെക്കൻഡ് എക്സാമ്പിൾ നോക്കൂ. ഇവിടെ ഓൾട്ടർനേറ്റീവ് 2 പ്ലസ് 2 4, 4 പ്ലസ് 6 10, 10 പ്ലസ് 9 19. നെക്സ്റ്റ് അടുത്തത് 3 പ്ലസ് 5 8, 8 പ്ലസ് 0 8. 19 മൈനസ് 8 എത്രയാണ്? 11 ആണ്. 11 ആണെങ്കിൽ നിങ്ങൾക്ക് 11ന്റെ മൾട്ടിപ്പിൾ ആണ് 11. 11 കൊണ്ട് കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇതിനെയും കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ നമ്പർ നോക്കൂ. 2 പ്ലസ് 8 10, 10 പ്ലസ് 5 15. നെക്സ്റ്റ് താഴെ 7 പ്ലസ് 8 8, 7 പ്ലസ് 1 8. 15 മൈനസ് 8 അത് 7 ആണ്. അതായത് 11 കൊണ്ട് മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് ഇതിനെ കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ക്ലിയർ? ഇവിടെ 3 പ്ലസ് 7 10, 10 പ്ലസ് 6 16. 4 പ്ലസ് 8 12, 12 പ്ലസ് 3 15. 16
15ഉം സബ്ട്രാക്ട് ചെയ്താൽ 1 ആണ്. 1 11ന്റെ മൾട്ടിപ്പിൾ അല്ല, ഇതിനെയും ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ക്ലിയർ ആണല്ലോ അല്ലേ? അതായത് 11 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അത് ഓൾട്ടർനേറ്റ് സം കണ്ട്, ഡിജിറ്റുകളുടെ സം കണ്ട് സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 11 സീറോയോ അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിളോ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ തന്ന നമ്പറിനെ, ഏതൊരു വലിയ നമ്പർ ആണെങ്കിലും ആ നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും എന്ന് പറയാം. ക്ലിയർ? അടുത്തത് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്താണ് റൂൾ എന്ന് നോക്കാം. 12നെ നമുക്ക് 3 into 4 എന്ന് എഴുതാൻ സാധിക്കും അല്ലേ? 3 into 4 എഴുതാൻ സാധിക്കുന്നത് കൊണ്ട് നമ്മൾ 3 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കണം. എങ്കിൽ നമുക്ക് 12നെ കൊണ്ട് ഹരിക്കാൻ സാധിക്കും, ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. എക്സാക്റ്റ് ആയിട്ട് ഡിവിസിബിൾ ആകും. അപ്പോൾ എന്താണ് 6 into 2 എടുക്കാത്തത് എന്ന് ചോദിച്ചാൽ 6 into 2 എന്ന് പറയുന്നത് 3 into 2 into 2 ആണ് അല്ലേ? അതുകൊണ്ട് 2ഉം 3ഉം മാത്രം പോരാ, നമുക്ക് 4 കൊണ്ടുള്ള ഡിവിഷന് വേറൊരു മെത്തേഡ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അതുകൊണ്ടാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ 2 കൊണ്ട് ഉറപ്പായും സാധിക്കും. അതായത് 3 കൊണ്ടും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളെ നമുക്ക് 12 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നോക്കൂ, 3 1 3 2. ഇതിലെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ആദ്യം നോക്കാം. സം ഓഫ് ഡിജിറ്റ്സ് എന്താണ്? 3 + 1 4 4 + 3 7 7 + 2 9 ആണ്. 9 സം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 3യുടെ മൾട്ടിപ്പിൾ ആണ്. 4 കൊണ്ടുള്ള റൂൾ എന്താ നമ്മൾ പഠിച്ചത്? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 4ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? 32 ആണ്. 32 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അതും 32 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് 3 കൊണ്ടും 4 കൊണ്ടും ഇതിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ? നെക്സ്റ്റ് നോക്കൂ, ഈ നമ്പർ നമുക്ക് ആദ്യം സം ഓഫ് ഡിജിറ്റ്സ് 7 + 8 15. 3യുടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അടുത്തത് ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 8. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ നമ്പറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് 3 4 ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നോക്കൂ, 3 + 2 5 5 + 4 9 9 + 2 11 11 + 4 15. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അല്ലേ? അതുകൊണ്ട് 3 കൊണ്ട് ഈ നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കണമെന്ന് അറിയാം. ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കുക, 24. 24 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ഈ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 3 കൊണ്ടും 4 കൊണ്ടും പറ്റുമെങ്കിൽ പിന്നെ 12 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ? ഇവിടെ നോക്കൂ, 2 + 3 5 + 5 10 10 + 1 11 + 4 15. 15 എന്നുള്ളത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ലാസ്റ്റ് 2 ഡിജിറ്റ് 14 എന്നുള്ളത് 4ന്റെ മൾട്ടിപ്പിൾ അല്ല. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു കണ്ടീഷനെ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയേണ്ടി വരും. മനസ്സിലായല്ലോ? അപ്പോൾ 3 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടൂ? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കൂ എന്ന് നിങ്ങൾ പറയാൻ പാടുള്ളൂ. ഒരെണ്ണം പരിശോധിച്ചിട്ട് 12 കൊണ്ട് പറ്റും എന്ന് നമ്മൾ സമർത്ഥിക്കാൻ പാടില്ല. ക്ലിയർ? നാം ഇന്ന് പഠിച്ചത് 7 8 9 10 11 12 എന്നുള്ളതാണ് പാർട്ട് 2-ൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ പാർട്ട് 1-ലും പാർട്ട് 2-ലുമായി 2 മുതൽ 12 വരെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. 2 പാർട്ടുകളും എല്ലാവരും കാണുമല്ലോ. ഞാൻ പാർട്ട് 1-ൻ്റെ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായി പിൻ ചെയ്തും വെക്കുന്നുണ്ട്. നിങ്ങൾ അത് പോയി കാണുക. അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.